ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. വീണ്ടും ഒരു പുതിയൊരു വീഡിയോയുമായി. ഇന്ന് നമ്മുടെ എക്സ്പയറി സെൻസെക്സിലാണ്. ബട്ട് ഞാൻ സെൻസെക്സിൽ ട്രേഡ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ മെയിൻലി ബാങ്ക് നിഫ്റ്റിയാണ് നോക്കിയത്. എനിക്ക് ബാങ്ക് നിഫ്റ്റിയിലെ ഒരു പുട്ട് സൈഡ് എൻട്രിയും നിഫ്റ്റിയിൽ എനിക്ക് കോൾ സൈഡ് എൻട്രിയാണ് കണ്ടത്. അത് രണ്ടും എന്തുകൊണ്ട് ഓപ്പോസിറ്റ് വന്നു, തെറ്റിപ്പോയോ എന്നുള്ളൊരു കൺഫ്യൂഷനൊക്കെ ഉണ്ടായിരുന്നു. ബട്ട് ശരിക്കും അതുപോലെ തന്നെയാണ് നടന്നത്. ബാങ്ക് നിഫ്റ്റി എനിക്ക് പുട്ട് സൈഡ് എൻട്രി ഇവിടെ ഈ ഒരു ഏരിയയിൽ എനിക്ക് പുട്ട് സൈഡ് എൻട്രി കിട്ടിയായിരുന്നു. പിന്നെ നിഫ്റ്റീൻ്റെ വീഡിയോ ഞാൻ ഇതിൻ്റെ ലാസ്റ്റിലേക്ക് വരുന്നുണ്ട്. എൻ്റെ വീഡിയോ ഞാൻ എക്സ്പ്ലനേഷനും കൂടി പറഞ്ഞുതരാം. ഇതിൽ ആദ്യം ഒരു പുട്ട് സൈഡിലേക്കുള്ള ഒരു കണ്ടിന്യൂഷൻ, നല്ലൊരു ചെറിയൊരു സ്പൈക്ക് ഉണ്ടായിരുന്നു, കണ്ടില്ല? മോർണിംഗിൽ തന്നെ ഫസ്റ്റത്തെ ക്യാൻഡിലും സെക്കൻഡ് ക്യാൻഡിലും തേർഡ് ക്യാൻഡിലും ഒരു ചെറിയൊരു പോയിൻ്റ് ഉണ്ടായിരുന്നു. ബട്ട് എനിക്ക് എൻട്രി വേണ്ടത് എവിടെയാണ്? വിവാപ്പിന് മുകളിൽ കയറി റിട്ടേൺ വരുമ്പോൾ പുട്ട് സൈഡിലേക്കുള്ള എൻട്രിയാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നുള്ളത്. സോ ഒരു പ്രീമിയം ഡിക്കേൻ്റെ കാരണത്താൽ അവിടെ എനിക്ക് ഒരു ചെറിയൊരു സ്ലോപ്പ് ലോസും കൂടി അടിച്ചിട്ടുണ്ട്. ബട്ട് നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും എൻ്റെ ആ ഒരു സ്ട്രാറ്റജി പ്രകാരം ഈ ഒരു സ്ട്രൈക്ക് പ്രൈസ് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും എൻ്റെ ടാർഗറ്റ് മാത്രമാണോ ഇതിൽ പോയിട്ടുള്ളത്, അതോ അതിനേക്കാളും കൂടുതൽ പോയിട്ടുണ്ടോ? നിങ്ങൾക്കത് മനസ്സിലാവാൻ പറ്റും. ആ സ്ട്രൈക്ക് പ്രൈസ് നിങ്ങൾ എടുത്ത് നോക്കിയെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. 54,200 പുട്ട് സൈഡ്. സോ ബാങ്ക് നിഫ്റ്റിയിൽ പുട്ട് സൈഡ് എൻട്രിയാണ്, നിഫ്റ്റിയിലെ കോൾ സൈഡ് എൻട്രി. അതിൻ്റെ വീഡിയോ ഞാൻ ലാസ്റ്റ് സെൻഡ് ചെയ്യാം, മീൻസ് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം. കണ്ടില്ലേ? വ്യൂ ആപ്പിന് മുകളിൽ നിന്ന് തിരിച്ച് കണ്ടിന്യൂഷനായിട്ട് പോകുന്നുള്ളതാണ് നമ്മുടെ ബാങ്ക് നിഫ്റ്റി. കണ്ടില്ലേ ഗൈസ്? നല്ലൊരു സ്പൈക്കായിരുന്നു ഇത്. ഇനി നിഫ്റ്റിയിൽ നിങ്ങൾക്ക് നോക്കുവാണെങ്കിൽ മോർണിംഗിൽ തന്നെ കോൾ സൈഡാണ് നല്ല അടിപൊളി സ്പൈക്ക് വന്നത്. നിങ്ങൾക്ക് ഇൻഡെക്സ് ചാർട്ടും കൂടി ഞാൻ രണ്ടാമത്തെ ചാർട്ടിൽ വെച്ചിട്ടുള്ള ഇൻഡെക്സ് ചാർട്ടാണ്. നിങ്ങൾക്കത് ശ്രദ്ധിച്ചെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഫ്യൂച്ചറും ഇൻഡെക്സും തമ്മിലുള്ള വ്യത്യാസം. നിങ്ങൾക്ക് നോക്കൂ, ഫസ്റ്റ് ക്യാൻഡിൽ ഫ്യൂച്ചറിൻ്റെ നല്ലൊരു ഗ്രീൻ ക്യാൻഡിലാണ്. ഓക്കെ, അതിൻ്റെ താഴെ പോയെങ്കിൽ എനിക്ക് ട്രെൻഡ് ചേഞ്ച് ആവുള്ളൂ. അത് ഇതുവരെയും പോയിട്ടുമില്ല. നിങ്ങൾക്ക് ഇൻഡെക്സ് ചാർട്ട് നിഫ്റ്റിയുടെ നോക്കിയെങ്കിൽ മനസ്സിലാവും അത് അതിനേക്കാൾ പോയിട്ടുണ്ട്. അതായത് ഡേ ലോയിനെയും കൂടി ബ്രേക്ക് ചെയ്തിട്ട് താഴെ പോയിക്കൊണ്ടുണ്ട്. പക്ഷേ ഫ്യൂച്ചർ ചാർട്ട് എനിക്ക് നല്ല സപ്പോർട്ടീവായിട്ട് എൻ്റെ ട്രെൻഡിനനുസരിച്ചിട്ടുള്ള ട്രേഡും കൂടി തരുന്നുണ്ട്. കണ്ടില്ല? ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടുണ്ടായ ലെവലും 24,200 കോൾ സൈഡ് എൻട്രിയാണ്. എൻ്റെ ആ ഒരു 0.236 റേഞ്ചും കൂടി വന്നു. പ്രീമിയത്തിലും ഏകദേശം ആ ഒരു റേഞ്ചും കൂടി വന്നിട്ടാകുമ്പോഴാണ് അവിടെ എൻട്രി എടുക്കുന്നത്. നല്ലൊരു ടാർഗറ്റും കൂടി ഞങ്ങൾക്ക് കിട്ടിയായിരുന്നു. ബട്ട് നിങ്ങൾക്ക് നോക്കാം, അവിടെ ചെറിയൊരു സ്റ്റോപ്പ് ലോസ്, ഞാൻ ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് കൊണ്ടുപോയി വെച്ചിട്ടുണ്ടായിരുന്നു. അതവിടെ ഹിറ്റായും ചെയ്തു. അതിനേക്കാൾ കൂടുതൽ മാർക്കറ്റ് പോയിട്ടും ഉണ്ടായിരുന്നില്ല. ബട്ട് സ്ട്രാറ്റജി പ്രകാരം ഇവിടെയും വർക്ക് ചെയ്തിട്ടുണ്ട്. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോസ്. ഷെയർ, ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്.